കേരളത്തിലെ ഏറ്റവും സുന്ദരികളും സുന്ദരന്മാരും എവിടെയാണ് എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ. അത് മനോരമയിലെയും മംഗളത്തിലെയും നോവലുകളിലുള്ള ചിത്രങ്ങൾക്കാണ് എന്നുള്ളതാണ്. വർഷങ്ങളായി ഇത്തരത്തിലുള്ള 25,000-ഓളം ചിത്രങ്ങൾ വരച്ച ഒരു ഗന്ധർവ ചിത്രകാരനെ കാണാനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. 80s 90s കിഡ്സുകളുടെ നൊസ്റ്റാൾജിയാണ് മോഹൻ മണിമല എന്ന ഇദ്ദേഹത്തിൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളും അതുപോലെ അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചറും. വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അദ്ദേഹത്തെ നേരിട്ട് അറിയുള്ളൂ. എങ്ങനെ അദ്ദേഹം ഈ ഫീൽഡിലെത്തി, എവിടെയാണ് പഠിച്ചത്. ഈ സുന്ദരികളെയും സുന്ദരന്മാരെയും എല്ലാം മനസ്സിൽ സൂക്ഷിക്കുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സ് നമുക്ക് വായിച്ചെടുക്കാം. എൻ്റെ പേര് മോഹൻ മണിമല. ഞാൻ മണിമല സ്വദേശിയാണ്. മണിമല സ്വദേശിയാണെങ്കിൽ ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് കങ്ങഴ പത്തനാടെന്ന് പറയുന്ന സ്ഥലത്താണ്. ഇങ്ങ പഠനമൊക്കെ കഴിഞ്ഞിട്ട് ഈ കോട്ടയം വാരികളിലെ എവിടെയെങ്കിലും ഒന്ന് വരയ്ക്കണമെന്നുള്ളൊരു മോഹം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു മോഹമായിട്ട് നടക്കുന്ന കാലത്താണ് എൻ്റെ ഒരു സുഹൃത്ത് മുഖേന ഞാൻ കോട്ടയം വാരികൾ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ ജോലി അന്വേഷിച്ച് നടന്നിരുന്നു. അപ്പോൾ പലയിടത്തും, അതായത് ഞാൻ ഈ വരച്ചുകൊണ്ട് വന്ന ആ ഒരു ശൈലി അന്നുള്ളവർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അങ്ങനെ അന്ന് എനിക്ക് തോന്നുന്നു എഡിറ്റർ ഇൻചാർജ് പത്മൻ സാറായിരുന്നു, കെ പത്മനാഭൻ എന്ന് പറയുന്ന അദ്ദേഹമായിരുന്നു. അദ്ദേഹം എന്നെ വിളിപ്പിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങളൊരു പുതിയ നോവൽ ആരംഭിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഈ ആലിപ്പഴം എന്ന നോവലിൻ്റെ ചിത്രങ്ങളൊക്കെ കണ്ടു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് മോഹന് അടുത്ത മനോരമയിൽ ആരംഭിക്കുന്ന നോവലിന് വരയ്ക്കണമെന്ന് പറയുകയും അങ്ങനെ കാവൽമാടം എന്നും പറഞ്ഞ് ജോസി ഭാഗമറ്റ എഴുതിയൊരു നോവൽ, അങ്ങനെ അതിനാണ് ഞാൻ മനോരമയിൽ ആദ്യമായിട്ട് വരച്ചു തുടങ്ങുന്നത്. പിന്നീട് ഇതിന് ശേഷം കോട്ടയത്തു നിന്നിറങ്ങിയ പല വീക്കിലികളിലും പിന്നെ എന്നെ സമീപിക്കാൻ തുടങ്ങി. അന്ന് കുറേ വാരികളുണ്ടായിരുന്നു. ജനനി ഉണ്ടായിരുന്നു, സഖി ഉണ്ടായിരുന്നു, മാമാങ്കം ഉണ്ടായിരുന്നു, പൗരധ്വനി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഞാൻ ചെമ്പകത്തിൽ വരയ്ക്കുന്നു. ചെമ്പകത്തിലെ കുറേ നോവലുകൾ വരയ്ക്കണം. അതുകൂടാതെ മംഗളത്തിൽ ആലിപ്പഴം, മറ്റേ കാവൽമാടം ഒക്കെ വരച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് പ്രസിദ്ധീകരണങ്ങളൊന്നും വരച്ചു കൊടുക്കാൻ എനിക്ക് സമയവും തികയാതെ വന്നു. അതെല്ലാം ഞാൻ വേണ്ടെന്ന് വെച്ചു. ഇതിൽ രണ്ടും വരച്ചു. അപ്പോഴത്തേനും നല്ല തിരക്കായി എനിക്ക്. അങ്ങനെ തിരക്കായി വരുമ്പോൾ ഉള്ള കുഴപ്പം തന്നെയാണ് ഈ പലയിടത്തും കൊടുക്കാനുള്ള സമയം, പിക്ചർ സമയത്ത് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വന്നു. ചിലയിടത്തും താമസിച്ചൊക്കെ കൊടുക്കുന്നത്. മംഗളത്തിലും മനോരമ